ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ബാക്കപ്പ് ചെയ്യണം എന്നാണ്. ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനിയെ ബാക്കപ്പ് ചെയ്യുന്നത്? സിസ്റ്റം എറർ ആവുകയോ അതോ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് കമ്പനി ഡാറ്റ നഷ്ടപ്പെടുകയോ ആണെങ്കിൽ അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു കമ്പനിയെ ബാക്കപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ എന്നൊരു മെനു. അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കീ വരുന്നത് Alt+Y ആണ്. അപ്പോൾ അതിൽ ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെ ഡാറ്റ പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ പാത്ത് അതിൽ കാണിക്കും. അതുപോലെ തന്നെ കമ്പനി ബാക്കപ്പ് പാത്തും കാണിക്കും. അപ്പോൾ ഇനി കമ്പനി എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ ബോക്സിലെ ബാക്കപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്താണ്. അതിൽ C:* ആണ് അതിൻ്റെ പാത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു പാത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് 2 ഓപ്ഷൻസ് കാണാം, സ്പെസിഫൈ പാത്തും സെലക്ട് ഫ്രം ഡ്രൈവും. ഞാൻ പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്പെസിഫൈ പാത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ABC എന്നുള്ളൊരു പേരാണ് കൊടുക്കുന്നത് പാത്തിന്. അപ്പോൾ ABC എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഡു യു വാണ്ട് ടു ക്രിയേറ്റ് എന്നുള്ളൊരു ബോക്സ് വരും. അതിൽ യെസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കമ്പനി നെയിമാണ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതാ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാൻ അതിലൊരു കമ്പനി സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരു കമ്പനി ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബാക്ക് ചെയ്തിട്ട് മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് C ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ മുകളിൽ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ കമ്പനി ഇവിടെ ബാക്കപ്പ് ആയിട്ടുണ്ട്. ടാലി അക്കൗണ്ടിംഗ് വെറും 30 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, എരഞ്ഞിപ്പാലം, കാലിക്കറ്റ്, ബ്രാഞ്ച് മലാപ്പറമ്പ. താങ്ക് യു.